ദീനീ ചൈതന്യം പതിയെ പതിയെ നഷ്ടപ്പെടുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തിന്റെ അരുവികളെ കുറിച്ച് പറഞ്ഞപ്പോ ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അത് ആർക്കാണ് കിട്ടുന്നത് നബിയേ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 സ്വഭാവ ഗുണമുള്ളവരെ നിരത്തി വെക്കുകയാണ്. ആ 4 സ്വഭാവ ഗുണമുള്ളവർക്ക് സ്വർഗ്ഗത്തിന്റെ നദി എന്നത് മാത്രമല്ല, ആ നദി കിട്ടണമെങ്കിൽ എങ്ങനെയാണ് മരിക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണം. അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടു മരിക്കണം. ഖബറിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണം. ഖബർ സ്വർഗ്ഗത്തിന്റെ പൂങ്കാവനമാകണം. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിന്റെ പരലോകത്തിന്റെ ഓരോ നിമിഷങ്ങളും അല്ലാഹുവിന്റെ പൊരുത്തത്തിലാവണോ. അതിന് ഈ പറയപ്പെട്ട 4 സ്വഭാവങ്ങൾ ഉണ്ടായാ മതിയെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഒന്നാമത്തത് ഈ മനോഹരമായ സദസ്സിൽ നിന്ന് പിരിഞ്ഞിറങ്ങുമ്പോ എന്റെ ഉമ്മമാരെന്റെ ഉപ്പമാരെന്റെ ചെറുപ്പക്കാരും നെഞ്ചിൽ പതിപ്പിച്ചു വെക്കേണ്ട കാര്യമാണ്. ഒന്നാമത്തെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലിമൻ അത്വാബൽ കലാം. ലിമൻ അത്വാബൽ കലാം എന്ന് പറഞ്ഞാൽ സുഗന്ധമുള്ള സംസാരത്തിന്റെ ഉടമ. സുഗന്ധമുള്ള സംസാരം എന്ന് പറഞ്ഞാൽ വാക്യാത്ത അത്ര അടിക്കണം എന്നല്ല. സുഗന്ധമുള്ള സംസാരം എന്ന് പറഞ്ഞാൽ ആ സംസാരത്തിനൊരു സുഗന്ധം ഉണ്ടാവും. ഇപ്പൊ ഈ സമദാനി സാഹിബിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ സുഗന്ധമുള്ളൊരു ഒരു വാക്കാണ്. എന്ത് രസമാണ് കേട്ടിരിക്കാൻ. വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ഇങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുമ്പോ എന്തോ ഒരു രസമാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് ഫോണിലൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ് സമദാനിയോട്. നാട്ടിന്റെ കാര്യങ്ങളൊക്കെ, നാട്ടിലെ ഇഷ്ക് മജ്ലിസും മഹബ്ബത്ത് റസൂൽ. ഇഷ്ക് എന്ന് പറയല്ലേ ബാക്കവി സാഹിബേ, മഹബ്ബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി. അങ്ങനെ ഫോണിലൂടെ തന്നെ സലാത്ത് എത്രയാണ് ചൊല്ലറം. ഫോണിലൂടെ തന്നെ കുറെ സലാത്തില്ലും പാവം. ആ ഒരു ശൈലി, ആ സംസാരത്തിന്റെ ശൈലിയാണ് ഒരു സുഗന്ധമുള്ള സംസാരമാണ്. നിങ്ങളുടെ മുനീർ ഹുദവിക്ക് അങ്ങനെ ഒരു സുഗന്ധമുള്ള സംസാരമാണ്. എന്റെ സുഹൃത്ത് മുനീർ ഹുദവി വിളയിലുണ്ട്, നല്ല രസമാണ് കേൾക്കാൻ. പിന്നെ നൗഷാദ് ബാക്കവി ചെറിയ നല്ല സംസാരം. അത് സുഗന്ധം ഉണ്ടാവില്ല, ഇടയ്ക്കിടയ്ക്ക് സുഗന്ധം ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ബോംബൊക്കെ ഉണ്ടാവും ചിലപ്പോ. സുഗന്ധമുള്ള സംസാരം ശീലിക്കുന്നത് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ വെറുപ്പിക്കാത്ത, വേദനിപ്പിക്കാത്ത സംസാരം. ശബ്ദം കൂട്ടുക കുറയ്ക്കുക എന്നതല്ല, മറ്റൊരാളെ വേദനിപ്പിക്കാത്ത സംസാരം. എന്ത് രസാണ്. അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വഫാത്ത് വരെ അബൂജഹലിന് നൊമ്പരമുണ്ടാക്കുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നാണ് ചരിത്രം. ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് വരെ അബൂജഹലിനെ വെറുപ്പിക്കണ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ മുസ്ലിമാകൂ അല്ലെങ്കിൽ ഏകദൈവത്തിൽ വിശ്വസിക്കൂ എന്നത് മാത്രമാണ്. അല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടില്ല. കൊല്ലാൻ വേണ്ടി വാളിന് മൂർച്ച കൂട്ടി നടന്ന ആളാണ്. ഒരു വേദനിപ്പിക്കുന്ന വാക്ക് പോലും. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മദീനത്ത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാവരും സമ്മാനങ്ങൾ കൊടുക്കുമ്പോ എന്റെ ഉമ്മ വാതിലിന്റെ മറവിൽ പോയി എങ്ങനെ നിന്നു. എന്റെ മുത്തുനബിക്ക് കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ പടച്ചോനെ. എല്ലാവരും സുഗന്ധം കൊടുക്കുമ്പോ, കമീസ് കൊടുക്കുമ്പോ, അത്തർ കൊടുക്കുമ്പോ, പലഹാരം കൊടുക്കുമ്പോ, ഇറച്ചി കൊടുക്കുമ്പോ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ വാതിലിന്റെ മറവിൽ നിന്നിട്ട് മുത്തുനബിയോട് പറയുന്നു, ഇനി ആരാണ് ഉള്ളതെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയുന്നു, നബിയേ, ഒരു പാവപ്പെട്ട വിളി വാതിലിന്റെ മറവിൽ നിൽക്കുന്നുണ്ട് നബിയേ. തരാൻ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, തരാൻ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ. ആകെയുള്ളത് എന്റെ പ്രതീക്ഷയായ, എന്റെ ആവശ്യമായ, എന്റെ ആഗ്രഹമായ എന്റെ പൊന്നുമോൻ മാത്രമാണ്, അനസ് മാത്രമാണ് നബിയേ. എന്റെ അനസിനെ ഞാൻ അങ്ങേക്ക് തരുന്നു നബിയേ, എന്റെ അനസിനെ ഞാൻ അങ്ങേക്ക് തരുന്നു നബിയേ, എന്റെ അനസിന് അങ്ങേക്ക് ഹിദ്മത്തിനുള്ളതാണ്. ഈ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞിട്ട് അനസ് റളിയല്ലാഹു അൻഹു സഹാബത്തിനോട് പറയാണ്, എത്ര നാൾ കൊണ്ട് ഞാൻ എന്റെ മുത്തുനബിയുടെ കൂടെ നടക്കുന്നുണ്ട്, എത്ര കാലം കൊണ്ട് ഞാൻ എന്റെ പുന്നാര ഹബീബിന് ഖിദ്മത്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് വരെ ദേഷ്യപ്പെട്ടിട്ട് എന്നോട് നീ എന്തിനത് ചെയ്തു എന്ന് എന്റെ പ്രിയപ്പെട്ട മുത്ത് റസൂൽ എന്നോട് ചോദിച്ചിട്ടില്ലെന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്. ലോകത്താർക്കാണ് അങ്ങനെ കഴിയുക? ലോകത്താർക്കാണ് കഴിയുക? ഈ പ്രസംഗിക്കുന്ന ഞാനും എന്റെ മക്കളോട് ദേഷ്യപ്പെടും, എന്റെ ഭാര്യയോട് ദേഷ്യപ്പെടേണ്ട സാഹചര്യങ്ങൾ വരും. അവിടെയൊക്കെ എന്തോ ഒരു സംയമനമാണ്.
അതാണ് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ രോമമൊക്കെ ഇങ്ങനെ എഴുന്നേൽക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? അവരുടെ സ്നേഹം അത് അത്രമേൽ വിശാലമായിരുന്നു. അവരുടെ സ്നേഹം ആരോടെങ്കിലും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് വൈകുന്നേരം കാണാൻ പൊടി പൂരായിരിക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല. താത്തമാരൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പോട്ടെ, സ്ഥാപനങ്ങളെ കുറിച്ച് എന്തൊക്കെ പറയും, രാഷ്ട്രീയ നേതാക്കൾ നമുക്ക് പറഞ്ഞിട്ട് എന്ത് മാങ്ങാത്തൊലിയാണ് കിട്ടുക? നിങ്ങൾ ഇങ്ങനെ മുഖ്യമന്ത്രിയെ കുറിച്ച് കുറെ പറഞ്ഞു, പ്രതിപക്ഷത്തെ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഒന്നും കിട്ടൂല. നിങ്ങളുടെ കിതാബിനകത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കും പറഞ്ഞു എന്ന്. അതും ചുമന്നുകൊണ്ട് പോകേണ്ടി വരും. നിങ്ങൾക്ക് ഭരണം മാറ്റാനും ഭരണം നന്നാക്കാൻ നിങ്ങൾക്ക് പറ്റൂല. ഇലക്ഷൻ ആകുമ്പോൾ വോട്ടിട്ട് കൊടുക്കാന്നല്ലാതെ കടയിലിരുന്ന് പറഞ്ഞതുകൊണ്ട് സോഡ പൊട്ടിച്ചൊടിച്ച് ദേഷ്യം വന്ന് കുപ്പി പൊട്ടിച്ചില്ലെന്ന് കാര്യമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നാവിനെ ശ്രദ്ധിക്കുക. ഒരാളുടെയും മനസ്സിൽ നിങ്ങളായിട്ടൊരു സംസാരത്തിന്റെ ഒരു ഭാരമുണ്ടാക്കി വെച്ചു കൊടുക്കരുത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇന്ന റജുല